അയ്യോ അങ്കിളെ, എനിക്ക് വീട്ടിൽ പോകണം. ഇത് ഇങ്ങോട്ടേ പോകുന്നേ, ഇരുട്ടി തുടങ്ങി. വീട്ടില് ഡാഡി റിജു അന്വേഷിക്കും ഞാൻ അങ്കിളുടെ കൂടെയാണെന്ന് അറിഞ്ഞ റിജു എന്താ ചെയ്യാൻ പറയാൻ പറ്റില്ല. നീ എന്തായാലും ഇന്ന് വീട്ടിൽ പോയില്ല മൈ ലിറ്റിൽ വൈഫി. റിജു അറിഞ്ഞാലല്ലേ അവൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കറിയാം. പിന്നെ നീ യാമയെ വിളിച്ച് പറയും നീ അവളുടെ വീട്ടിലുണ്ടെന്ന് വിളിച്ച് പറയാൻ. നീ എന്തായാലും ഇന്ന് എവിടേക്കും പോവില്ല. അയ്യോ, ഇനി എന്തൊക്കെ നടക്കുമെന്നോ. ഇതിപ്പോ എങ്ങോട്ടായി പോകുന്നേ, അതെനിക്ക് മനസ്സിലാവാത്തെ. സർപ്രൈസ് ഡിയർ, വെയിറ്റ് ആൻഡ് വാച്ച്. സോ ബ്യൂട്ടിഫുൾ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ആരുടെ വീടാ? എന്ത് ഭംഗിയാ, എന്ത് രസാ കാണാൻ. എന്റെ ലിറ്റിൽ വൈഫിയോട് പ്രണയം തോന്നി തുടങ്ങിയപ്പോൾ മനസ്സിൽ തോന്നിയതാ ഒരു ഇടം, നമുക്ക് വേണ്ടി മാത്രമുള്ളൊരിടം, ആരും എത്തിപ്പെടാത്തൊരു സ്ഥലം. അങ്ങനെ അത് നമുക്ക് വേണ്ടി ഞാൻ മേടിച്ചിട്ടതാ ഈ വില്ല. എങ്ങനെയുണ്ട്? നിനക്കും എനിക്കും വേണ്ടി മാത്രം. ഇനി റൂമിലേക്ക് പോവാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. എന്ത് കാര്യങ്ങൾ ചെയ്യാനാണ് എന്നെ വിട്ടേ? അങ്ങനെ വീടാ ഉദ്ദേശിച്ചില്ല ആ പെണ്ണെ അവിടുന്ന്. ദേ അങ്കിളെ, മനസ്സിൽ വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. എന്ത് ദുരുദ്ദേശം? വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കണ്ടേ? ഞാനും അതിന്റെ കാര്യം പറഞ്ഞേ. എന്റെ വൈഫ് എന്താ ഉദ്ദേശിച്ചേ? ഏ, അത് ഞാൻ ഉദ്ദേശിച്ചത്, ദുരുദ്ദേശം എന്ന് പറഞ്ഞത് എനിക്ക് പാചകം അറിഞ്ഞുകൂടാ. എന്നെ കൊണ്ട് വെപ്പിക്കരുതെന്നാ ഞാൻ പറയാൻ വന്നത്, വേറൊന്നുമില്ല. അയ്യേ, ആവശ്യമില്ലാത്തൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തിനാ തേച്ചു. ഞാൻ പോയിട്ടേ യാമീനെ വിളിച്ച് പറയട്ടെ, ഫ്രഷ് ആയിട്ട് വരാം. ഇല്ല. ഓ, ഈ പെണ്ണ് ഫോൺ എടുക്കുന്നുണ്ടല്ലോ. ആ യാമി, ഞാനാടി നിന്റെ തേച്ചു. ഓ, മനസ്സിലായി നീയാണെന്ന്. എടി, നീ കുക്കേട്ടിനൊപ്പം പോയതല്ലേ, ഇപ്പൊ തിരിച്ച് വീട്ടിലെത്തിയോ? എന്തായി? റിജു വല്ലതും അറിഞ്ഞോ? ഇന്ന് വീട്ടിൽ പോവാൻ അങ്കിള് സമ്മതിക്കുന്നില്ല. നീ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാ ഞാൻ നിന്റെ കൂടെയാണെന്ന് ഒന്ന് പറയോ യാമി? അമ്പടി പുളിസു, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിന്റെ ചേട്ടൻ റിജു സത്യം അറിഞ്ഞ എന്റെ അടിയന്തരമാവാൻ നടത്തും. എന്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ ഒരേ ഒരു മോളുള്ളൂടി, നീ ചതിക്കല്ലേ. എടി, അങ്കിൾ ആദ്യമായിട്ട് ചോദിച്ചതല്ലേ എൻ്റെ അടുത്ത്. ഞാൻ ഇന്ന് വരുന്നില്ല. നീ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റിജുവിനെ സമാധാനിപ്പിക്കേ. നീ പറഞ്ഞ അവൻ കേൾക്കും. എൻ്റെ ഏട്ടൻ മാത്രമല്ല, നിന്റെ ലവറും കൂടെ അല്ലേ. നിന്നെ കൂടെ കഴിയും യാമി, നിന്നെ കൂടെ കഴിയും. ബൈ ബൈ, എന്നെ അങ്കിൾ വിളിക്കുന്നു. എടി തേജു, എടി എടി സാമദ്രോഹി, വെച്ചിട്ട് പോയല്ലോ ഫോണ്. അയ്യോ യാമി, ഡേ യാമി, നീ എന്താ പേപ്പിടിച്ചോരാന്തി വന്നോണ്ടിരിക്കുന്നേ? എന്ത് പറ്റിയടി വേണേ നിനക്ക്? അയ്യോ അമ്മ, അമ്മയുടെ മോളുടെ മരണം അടുത്തു അമ്മ. അടിയന്തരത്തിനുള്ള ഏർപ്പാട് ചെയ്തോളൂ. ഓ എന്റെ പൊന്നി യാമി കൊച്ചി, ഇങ്ങനെ വാം പൊളിച്ച് കരയാതെ. ഒരു വൃത്തിയില്ല നിന്നെ കാണാൻ. അല്ല, അടിയന്തരത്തിന് ഏത് തരം പൈസ നിനക്ക് വേണ്ടത്? സത്യം പറ, നിങ്ങൾ എന്നെ ദത്തെടുത്തതാണോ? ഞാനിവിടെ അടിയന്തരത്തിന്റെ കാര്യം പറഞ്ഞ് സ്വന്തം മോള് മരിക്കേണ്ട കാര്യം പറയുമ്പോൾ അടിയന്തരത്തിൽ ഏത് പായസം ചോദിക്കുന്ന ആദ്യത്തെ അച്ഛൻ നിങ്ങളായിരിക്കും. അച്ഛന്റെ മോളെയും ഡ്രാമ ഒന്ന് നിർത്തുന്നുണ്ടോ? യാമി, എന്താ സംഭവിച്ചത്? ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ ഇവിടെ നടന്നേ? അത് പറയ നീ ആദ്യം. അമ്മ, ഞാൻ അടുത്ത് പറഞ്ഞല്ലോ തേജു കുക്കേന്റെ ഒപ്പം പോയിരിക്കാന്ന്. അവളിപ്പൊ വിളിച്ചിരുന്നു. ഇന്ന് കുക്കേന്റെ ഒപ്പം തന്നെ അവള് സ്റ്റേ ചെയ്യുന്നതെന്ന്. അവള് വീട്ടിലേക്ക് പോണില്ല. അതുകൊണ്ട് ഇന്ദ്ര ഡാഡിയെ വിളിച്ച് ഞാൻ അവൾ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. യാമി, നീ എന്നെ ഈ പറയുന്നത്? തേജു കുക്കിയോടൊപ്പം പോയല്ലോ. ഈ വിവരം നീ എന്റെ അടുത്ത് പറയാതിരുന്നേ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഓൾറെഡി ഇവിടെ നടന്നുകൊണ്ടിരിക്കണമെന്ന് അറിയോ? അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് റിജു അറിഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്നാമത് തേജുവിന്റെ സേഫ്റ്റി, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ ചീത്ത പറയുന്നത്? ആദ്യമായിട്ട് അച്ഛൻ എങ്ങനെ എന്നെ ഷൗട്ട് ചെയ്യുന്നത്? തേജു കുക്കേന്റെ ഒപ്പല്ലേ പോയത്. അയ്യേ, എന്റെ യാമി, ഇത്രേ ഉള്ളൂ. നിന്റെ അച്ഛന്റെ സ്വഭാവം അറിഞ്ഞൂടെ? വെറുതെ ചാടുന്നതാ. അതിന് നീ എന്തിനാ കരയുന്ന മോളെ? ചെല്ലേ, ചെന്ന് മുഖം കഴുകിട്ട് വാ. കരയാതെ ചെല്ലേ. എന്തേട്ടാ അത്? യാമി എന്ത് ചെയ്തിട്ടാ? അവൾക്ക് അറിയില്ലല്ലോ തേജുന്റെ ജീവൻ ആപത്തുണ്ടെന്നുള്ളതൊന്നും. ആ കുട്ടീനെ വെറുതെ കരയിപ്പിച്ചു. നിനക്ക് അറിഞ്ഞൂടെ തേജുവിന്റെ മീതെയുള്ള പ്രശ്നങ്ങള്? അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവളുടെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടത്. മനഃപൂർവ്വമല്ല. റിജിനും കുക്കിയും കൂടി തെറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബത്തെ അത് നല്ലോണം ബാധിക്കും. ഒന്നാമത് റിജിന്റെ അച്ഛനാണ് തേജുവിനെ കൊല്ലാൻ നടക്കുന്നത്. അത് നിനക്ക് അറിയാവുന്നതല്ലേ? എനിക്കെല്ലാം അറിയാവുന്ന തന്നെയാ. നമ്മുടെ മോൾക്കൊന്നും അറിയില്ലല്ലോ ഏട്ടാ എന്താ കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ടല്ലേ അവള് തേജുന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നത്. നമ്മളും അത് ആഗ്രഹിക്കുന്നില്ലേ? ഇന്ദ്രൻ വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. റിജി അവന് സമാധാനം കൊടുക്കണ്ടാവില്ല. തേജുമോളെ ഒരിക്കൽ പോലും ഇവിടെ പോലെ അവര് നിർത്താൻ സമ്മതിക്കാത്തതല്ലേ? എന്താവോ എന്തോ. ഇത്
ഇതുവരെയും തേജ് എവിടെയും പോയി നിന്നിട്ടില്ല. ഇപ്പൊ എന്താ ഈ അമ്മയുടെ വീട്ടിൽ അവൾക്ക് നിൽക്കേണ്ട ആവശ്യം? ഞാൻ ഇപ്പൊ തന്നെ അവളെ കൊണ്ടുവരാൻ പോവാ. റിജു, നീ തേജിന്റെ കാര്യത്തിൽ കൺസേൺ ആണെന്ന് എനിക്കറിയാം. പക്ഷെ അതും പറഞ്ഞ അവളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടരുത്. അവള് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ. അവൾക്ക് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ. അതിന് നീ എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? അവളുടെ ഇഷ്ടത്തെ ഇങ്ങനെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന എന്തിനാ? ഞാൻ അവളുടെ ഇഷ്ടങ്ങളെ നിയന്ത്രിക്കാൻ നിൽക്കുന്നില്ല. അവളുടെ എന്ത് ഇഷ്ടം നേടിക്കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ. പിന്നെ അറിയാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ നിൽക്കരുത് റിയ. അതില് അഭിപ്രായം പറയാനും. മനസ്സിലായോ? റിജിൻ, റിജിൻ, നീ അകത്ത് കയറിപ്പോ. ചെല്ലാൻ. പ്രിയമോളെ, റിജിൻ പറഞ്ഞത് കാര്യമാക്കണ്ട. അവന് ദേഷ്യം വന്ന ആരോട് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. തേജുവിന്റെ കാര്യത്തില് കുറച്ച് കിർക്ക് കൂടുതൽ അവന്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങ്. തേജിന്റെ കാര്യത്തിൽ ഓവർ പൊസസീവ്നെസ്സും കെയറിങ് അവന് കൂടുതലാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതും പറഞ്ഞ് അവളുടെ ലൈഫിൽ കയറി ഇങ്ങനെ ഇടപെടുന്നത്, അവളെ നിയന്ത്രിക്കുന്നതും തെറ്റല്ലേ? മോളെ, അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അതിന് അവൻ്റെതായ കുറച്ച് ന്യായീകരണങ്ങളും കാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താ സംഭവം എന്ന് മോള് അറിയണം. പക്ഷെ അതെനിക്ക് പറയാൻ പറ്റില്ല. റിജിന് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അവൻ മോളുടെ അടുത്ത് പറയും. മോള് ചെല്ലേ, കിടന്നു പറഞ്ഞ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അങ്കിളെ, അങ്കിളും പോയി കിടക്കാൻ നോക്കിയല്ലോ. ഗുഡ് നൈറ്റ് അങ്കിൾ. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല രജി, ഞാൻ നിന്റെ സ്വന്തം അനിയത്തിയാ. എന്നോട് പോലില്ലാത്തൊരു ഇഷ്ടം എനിക്ക് തേജനോട്. ശരിക്കും എനിക്ക് തേജനെ കാണുമ്പോൾ അസൂയ തോന്നും. അവളെല്ലാം എന്നിൽ നിന്ന് തട്ടിയെടുത്ത പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ അവളെനിക്ക് വെറുക്കാനും കഴിയുന്നില്ലല്ലോ. എന്താ മൈ ലിറ്റിൽ വൈഫി, ഇപ്പോഴും തന്റെ ടെൻഷൻ മാറിയില്ലേ? എന്നെ ഈ പാത്രം കഴുകാനെങ്കിലും സഹായിക്കടോ. ഞാൻ ഇപ്പൊ ഓക്കെയാണ്. പിന്നെ പാത്രം കഴുകാനായിട്ട് ഞാൻ വന്നത്. പക്ഷെ ഞാൻ വരുമ്പോഴേക്കും അങ്കിള് തന്നെ എല്ലാം കഴുകി വെച്ചല്ലോ. എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ആഹാ, എല്ലാം അങ്ങനെ ക്ലീൻ ആയിട്ടുണ്ടല്ലോ. അപ്പോ പാത്രം മാത്രല്ല എനിക്ക് ക്ലീൻ ചെയ്യാറില്ല, വേറെ പലതും ക്ലീൻ ചെയ്യും. അല്ലേ, കഴിഞ്ഞില്ലേ? ഇനി കിടന്നുറങ്ങല്ലേ? ഉറങ്ങാനോ? ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ആരുമില്ലാത്ത ഈ വില്ലയിലേക്ക്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയ പ്ലേസിലേക്ക് നിന്നെ കൊണ്ടുവന്നിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ? രാത്രി ഇപ്പൊ ഭംഗി നോക്കിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒന്ന് മാറുന്നേ, ഞാൻ ഉറങ്ങാൻ പോകും. ഏയ്, എന്താ ചെയ്യുന്നത്? ഈ പ്ലേസിന്റെ ഭംഗിയല്ല ഞാൻ പറഞ്ഞത്, നിന്റെ ഭംഗിയാ. കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും അത് ഞാൻ കണ്ടിട്ടില്ല. ഇനി കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക്. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ആ സൗന്ദര്യം എനിക്ക് കാണണം. മതി, വിടങ്ക്. ഈ പാവപ്പെട്ട പൂച്ചയുടെ മുന്നിൽ പാലും വെണ്ണയും മീനൊക്കെ ഇരിക്കുന്നുണ്ട്. ഒന്ന് നക്കി നോക്കിയുള്ളൂ, അതിനപ്പുറം നീ സമ്മതിക്കുന്നില്ലല്ലോ വൈഫി. ഇനി എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? കുറച്ച് ദിവസമാണ് കാത്തിരുന്നാൽ മതി. എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ വേറെ വഴിയില്ല. എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് എൻ്റെ രുചി സമ്മതിക്കട്ടെ. ആ, എന്താ ചെയ്യാനാ, അനുഭവിക്കല്ലേ. സ്വന്തം അളിയൻ തന്നെ എന്റെ കഥയിൽ വില്ലനായിട്ട് വന്നു. ശരി ശരി, ഒന്ന് ഹഗ് ചെയ്തിട്ടെങ്കിലും കിടക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ് വൈഫി. ഈ പാത്രം വൃത്തിയാവുന്നില്ലല്ലോ. ഇത് എന്തോന്നത് ഇത്രയും കരിയതില്? ഇതെന്താ ഇവിടെ ചെയ്യുന്നേ? പതിവില്ലാത്തതാണല്ലോ ഇത്. പണി എനിക്ക് ഇരട്ടിയാക്കി തരാനുള്ള പരിപാടിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ആ, ഞാൻ എന്ത് ചെയ്താലും നിനക്ക് കുറ്റം തന്നെയാണല്ലോ. ഞാൻ നിന്നെ സഹായിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാ. എന്നെ സഹായിക്കാനോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തെങ്കിലും കാര്യം നടക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത്. ആ, നിനക്കല്ലെങ്കിൽ ഇപ്പൊ എന്നെ ഇത്ര വിശ്വാസം പോരാന്ന് എനിക്കറിയാം. നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോ നിനക്ക് എന്തൊരു വിശ്വാസം എന്ന് അറിയുമല്ലേ? അല്ല, ഇന്നലെ കുക്കി വീട്ടിൽ വന്നില്ലായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ അവനെ. ഓ, അപ്പൊ അതാണ് കാര്യം എന്നെ സഹായിക്കാൻ ഇറങ്ങിയത്. സ്വന്തം മകനെ വിളിച്ച് ചോദിച്ച ഉത്തരം കിട്ടില്ലെന്ന് അറിയാം. വിളിച്ച ഫോണ് പോലെ എടുക്കില്ലല്ലോ അവൻ. അവൻ ഇന്നലെ തേജുവിന്റെ ഒപ്പമായിരുന്നു. തേജ് മോളി കൊണ്ടോ? അവൻ എന്നോട് ചോദിച്ചോ അതോ നിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ ആ കൊച്ചിനെ ഇങ്ങോട്ട് പോയത്? ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ? അവൻ എങ്ങോട്ടാണ് അത് പോയത്? അവന് ലൊക്കേഷൻ അറിയോ നിനക്ക്? ഞാൻ പോയി കൊണ്ടുവരാം. എന്റെ പൊന്നു ജോനേട്ടൻ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് തുള്ളുന്ന എന്തിനാ? അവൻ അവന്റെ കള്ളക്കാമയും കൊണ്ട് ഒളിച്ചോടി പോയിക്കല്ല, അവൻ അവന്റെ ഭാര്യയും കൊണ്ട് പോയിരിക്കുന്നത്. അവരെവിടെയെങ്കിലും ഒന്ന് പോയി സന്തോഷമായി ജീവിച്ചാൽ മതി എന്നാ ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോയി.
നിങ്ങൾ എനിക്ക് ഇരട്ടിപ്പണി ഇപ്പം അടുക്കള ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഞാൻ അതൊന്നും ചെയ്യട്ടെ, പോയിട്ട് കിടന്ന് തുള്ളാൻ നിൽക്കാം. അല്ല ജെനി, ഞാനൊന്ന് പറയട്ടെ. പോയല്ലോ.